ഹായ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഇൻ്റർലോക്ക് ബ്രിക്സ് കൊണ്ടുള്ള വീടിന് പ്ലാസ്റ്ററിങ്ങിനെ കുറിച്ചാണ്. പ്ലാസ്റ്ററിങ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെ കുറഞ്ഞ രീതിയിൽ നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു സംഭവം നിങ്ങൾ കാണണം അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മുടെ ഇൻ്റർലോക്ക് ബ്രിക്സ് ഹോമിൻ്റെ ഉൾഭാഗത്ത് മാത്രമേ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഡിസൈൻസും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ ഇത് നമ്മുടെ ഒരു ഹാളാണ് വരുന്നത്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഹാളിൽ നമ്മളെങ്ങനെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം ഇവിടെ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ബോർഡർ ഇവിടെ നമ്മൾ ടി വി കൊണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സാധാരണ ടി വി കൊണ്ടൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ പലരും ചെയ്യാറ് അതിൻ്റെ ബാക്കിൽ പ്ലൈവുഡ് കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്യാറാണ്. പക്ഷേ നമ്മൾ അതിന് പകരം ഈ തേപ്പിൽ തന്നെ ഡിസൈനാക്കി കൊടുത്തതാണ്. സോ അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവിടെ ജസ്റ്റ് ടി വി യൂണിറ്റിൻ്റെ ചെറിയൊരു ബോർഡ് കാര്യങ്ങളായിട്ട് വരും. അതിൻ്റെ മേലെ ടി വി യൂണിറ്റ്. ഈ സംഭവം നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ മേലെ ഇനി പെയിൻ്റ് അടിക്കുകയോ ഒന്നുമില്ല. ഇത് കറക്റ്റ് നമ്മൾ എക്സ്പോസ്ഡ് കോൺക്രീറ്റ് പോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരെ പെയിൻ്റ് അടിച്ചിടും. പെയിൻ്റ് അല്ല, പോളിഷ് അടിച്ചിടും. അതായത് ഒരു ക്ലിയർ കോട്ട്. ഇതുപോലെ തന്നെ ഇവിടെ വെക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ അതുപോലെ തന്നെ ഉണ്ട്. ഈ ഭാഗം നമ്മൾ പെയിൻ്റ് അടിച്ചിടും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനോട് മാച്ചാണെന്നുണ്ടെങ്കിൽ ഏകദേശം അതിൽ തന്നെ ചേരും. പിന്നെ വരുന്നത് ഇതിൻ്റെ മുകൾ ഭാഗം. ഇത് ഇൻ്റർലോക്ക് ബ്രിക്സ് ഇതേപോലെ തന്നെ ഇത് നമ്മൾ ഇതിൻ്റെ മേലെ വൈറ്റ് പെയിൻ്റ് അടിച്ചിടും. പിന്നെ ഈ ഭാഗം നമ്മൾ സിമെൻറ്റ് ബോർഡ് വെച്ച് കവർ ചെയ്യാൻ പോകണം. ഹൈറ്റിൽ കൊടുക്കാനൊന്നും നിൽക്കുന്നില്ല, കല്ല് കയറ്റിയിട്ട് നമ്മൾ വെയിറ്റ് കൂട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നീട് ഈ സൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ സ്റ്റെയർ കേസിൻ്റെ ഒക്കെ ഒരു ഏരിയയാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ റൗണ്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ സ്ക്വയറാക്കി കൊടുക്കുന്നതിന് പകരം, സ്ക്വയറല്ല ഒരു ഇത് കൊടുക്കുന്നതിന് പകരം ഒന്നും കൂടി ഒരു ഡിസൈൻ ഒന്നും കൂടെ ഭംഗിയായിക്കോട്ടെ എന്ന് വെച്ചിട്ട്. പിന്നെ ഇവിടെ തന്നെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരുവിധമൊക്കെ ഇൻ്റർലോക്ക് ബ്രിക്സ് കൊണ്ടുള്ള വീട്ടിലൊക്കെ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാരും തേക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഇതിന് കൊടുത്തിട്ടുള്ള ലിൻഡൽ ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒരു 4 ഇഞ്ചൊക്കെ പുറത്തോട്ട് തള്ളിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ അത് പലപ്പോഴും എൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ അതൊരു ബോറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ ഉൾഭാഗം നിങ്ങൾ പ്ലാസ്റ്ററിങ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ലിൻഡലിൻ്റെ അവിടെ നിന്ന് അടിയിലോട്ട് തേച്ചിട്ട് വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ട് അതന്നെ നല്ല അടിപൊളിയാക്കും. മുകളിലോട്ട് നിങ്ങൾക്ക് വൈറ്റ് പെയിൻ്റ് അടിച്ചിടാം. അതുപോലെ ഈ ഒരു ഭാഗം നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ള നമ്മുടെ വെയിറ്റ് കുറഞ്ഞ കല്ല് AECS അങ്ങനെ അതിൻ്റെ പേര് കറക്റ്റ് ഓർമ്മയില്ല. ആ ഒരു സംഭവം അത് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഹോളാക്കിയിട്ടിട്ട് പിന്നെ ഇങ്ങനെ ഒരു എൽ ഷേപ്പിൽ, അതായത് നമ്മൾ ഈ ഭാഗം ഒന്നായിട്ട് വൈറ്റ് കളറിൽ പെയിൻറ്റ് കൊടുക്കും. ഈ ഭാഗം അതേപോലെ തന്നെ അവിടെ ഉള്ളൂ. അതുപോലെ തന്നെ ഈ സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെ നമ്മൾ ഫുള്ള് പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ ഇവിടെ നമ്മൾ ഈ സൈഡിൽ പറഞ്ഞ പോലെ തന്നെ എക്സ്പോസ്ഡ് കോൺക്രീറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇതിന്മേൽ ജസ്റ്റ് പോളിഷ് ചെയ്തിടും. അല്ലാതെ ഇതിന്മേൽ നമ്മൾ തേക്ക് അല്ലെങ്കിൽ പെയിൻ്റ് അടിക്കുക ഒന്നും ചെയ്യുന്നില്ല. ഒരു നമ്മളൊരു ബ്രിട്ടീഷ് കാലത്തൊക്കെ ഉള്ള ഒരു വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വൈറ്റ് പ്ലസ് സിമെൻറ്റ് വുഡ് ആൻഡ് അങ്ങനത്തെ ടച്ച് ആയിരിക്കും. ഇതിൻ്റെ ഫ്ലോറിങ് മൊത്തം നമ്മൾ വുഡ് ആൻഡ് ഫ്ലോറിംഗ് ആണ് കൊടുക്കുന്നത്. വുഡ് ആൻഡ് ഫ്ലോറിങ് മീൻസ് വുഡിൻ്റെ ടൈല്. അത് നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്ത് കാണിക്കാം. അതുപോലെ ഈ റൂമിലോട്ട് പോകുമ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് അതേ ഡിസൈൻസ്. ഇതിലാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത്, പല ആൾക്കാരും ഇൻ്റർലോക്ക് ബ്രിക്സ് കൊണ്ടുള്ള വീട് ചെയ്യുമ്പോൾ അതിൻ്റെ ലിൻഡൽ പുറത്തോട്ടാക്കിയിട്ടാണ് ചെയ്യാറ്. പക്ഷെ നമ്മളിങ്ങനെ ചെയ്തിട്ടില്ല. നമ്മൾ കറക്റ്റ് ആ കല്ലിൻ്റെ കൂടെ തന്നെ നേരെ തേച്ച് ക്ലിയർ ആക്കിയതാണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിത് പെയിൻ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അതേ ഇതിൽ കിട്ടും. പിന്നെ അതുപോലെ ഈ ഒരു ഏരിയയിൽ നമുക്ക് സെൻട്രലൊരു വിൻഡോ ചെറിയൊരു ആർച്ച് ടൈപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇങ്ങനെ പോകുന്ന ലൈൻ ഉണ്ടല്ലോ ബ്രിക്സിൻ്റെ, അതൊക്കെ അവിടെ തന്നെ നിർത്തും. നേരെ മറിച്ചിട്ട് ഇങ്ങനെയുള്ള ലൈൻസ് അത് നമ്മൾ പുട്ടിയിട്ടിട്ടോ അല്ലെങ്കിൽ വൈറ്റ് സിമെൻറ്റ് വെച്ചിട്ടോ ഫില്ല് ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെയുള്ള ലൈന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതോടുകൂടി നേർന്നായിട്ട് വൈറ്റ് പെയിൻ്റ് അടിച്ചിടും. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചുമര് മാത്രം നമ്മൾ തേച്ചിട്ടില്ല. ബാക്കി ഇതിൻ്റെ 3 ചുമരും നമ്മൾ തേച്ചിട്ടുണ്ട് ഇവിടെ. അതുപോലെ ഈ ഒരു സംഭവം എന്തിനാണ് ഈ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു കബോർഡ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ പുറത്തോട്ടൊരു കബോർഡ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എക്സ്ട്രാ സ്പേസ് ഒന്നും കൂടെ പോകും. അതിന് പകരം ഇങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഉള്ളിലോട്ട് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും
കല്ലും അവിടെ കുറഞ്ഞ് കിട്ടും, അത്രയും എന്താ പറയുക മെറ്റീരിയൽസ് നമുക്ക് അവിടെ കുറഞ്ഞ് കിട്ടും. പിന്നെ സ്പേസ്, അതുപോലെ നമ്മൾ കബോർഡ്സ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് ഭാഗമേ പുറത്തോട്ട് വരുള്ളൂ, ബാക്കിയെല്ലാം ഇതിൻ്റെ ഉള്ളിൽ പോകും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴും നമുക്ക് ഒന്നും കൂടി സ്പേസ് ഒന്നും കൂടി മാക്സിമം യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഏരിയയിൽ ഇങ്ങനെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഒരു റൂം, ഈ റൂമിൽ നമ്മളുടെ ഇതേപോലെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഒരു സ്ലൈഡിങ് ഗ്ലാസ് വരും, സ്ലൈഡിങ് ഡോർ, അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ചുമര്, ഇവിടെ നമ്മുടെ ബെഡ് കാര്യങ്ങൾ വരും. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ഇതിങ്ങനെ ഇട്ടിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മളിവിടെ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബെഡ് വന്നിട്ട് നമ്മളെ ബെഡിൻ്റെ ഒരു സൈഡ് ഒരു ബോക്സ് വരും. ആ ബോക്സിൻ്റെ ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇങ്ങോട്ട് തൂക്കിയിടാൻ വേണ്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ മാത്രം നമ്മൾ ഒന്നെങ്കിൽ വേറെ ഗ്ലാഡിങ്ങോ അല്ലെങ്കിൽ ഇതിന് നേരെ പെയിൻ്റ് അടിച്ചിട്ടോ കൊടുക്കും നമ്മൾ. അങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ കബോർഡിന് വേണ്ടിയിട്ട് തന്നെ ഉള്ളിൽ കട്ട് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ്. പിന്നെ ഇതിൽ ഇൻ്റർലോക്ക് ബ്രിക്സ് കൊണ്ട് നമ്മൾ അതിന് മേലെ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ചെങ്കല്ലിനെക്കാട്ടിയും മറ്റു കല്ലിനെക്കാട്ടിയും നമുക്കിതിൽ കാര്യമായിട്ട് നോക്കേണ്ട ഒന്ന് എന്താണെന്ന് വെച്ചാൽ, മറ്റു കല്ലുകളെ പോലെ സിമെൻറ്റ് പെട്ടെന്ന് ഇതും പിടിക്കില്ല. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നന്നായിട്ടൊന്ന് വെള്ളം നനയ്ക്കണം. കാരണം ഇതിൽ വെള്ളം നനച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ വെള്ളം ഇത് വലിച്ചെടുത്ത് പോകും. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കിന് തേക്കുന്ന സിമെൻറ്റ് അധികം പിടിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സിമെൻറ്റ് കലക്കിയിട്ട് ഗ്രൗട്ട് ഒഴിക്കും അതിൻ്റെ മേലെ. ആ ഗ്രൗട്ട് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മേലെയാണ് സിമെൻറ്റ് ചെയ്യാറ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ചുമ്മാ ഇതാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പുറം ഭാഗം, ഈ ഒരു ഭാഗം ഇവിടെ തേച്ചിട്ടുണ്ട്. ഇതിങ്ങനെ തേച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ബാത്റൂമാണ്. അപ്പോൾ ബാത്റൂമിൻ്റെ ഒരു ചെറിയ ഭാഗം നമ്മൾ തേക്കാനുള്ള കാരണം ഇവിടെ നനവോ കാര്യങ്ങളോ വന്നിട്ട് കല്ലിന് വലിയൊരു ഇത് വേണ്ടാന്ന് വെച്ചിട്ടാണ് തേച്ചിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെയൊക്കെ 2 കല്ലായിട്ടുള്ള നമ്മൾ തേക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതല്ലാതെ തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടിയപ്പോൾ നമ്മൾ വെച്ചു. അത് നമ്മൾ പെയിൻറ്റിങ് സ്റ്റേജിൽ നമുക്ക് പറഞ്ഞു തരാം. അപ്പോൾ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ ഈ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മൾ ചുമ്മാ ഗ്രൗട്ട് ഒഴിച്ച് വെച്ചതാണ്. അത് എന്തിനാണ് അങ്ങനെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ നമ്മളിപ്പോൾ അടിയത്തെ കല്ലിനായിരിക്കും ഏറ്റവും കൂടുതൽ നനവ് തട്ടിയിട്ട് പ്രശ്നം വരും. അപ്പോൾ നമ്മൾ നേരെ ഗ്രൗട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിമൊക്കെ അങ്ങനെ വരില്ല. സിമെൻറ്റ് കൊണ്ടുള്ളൊരു കോട്ടിംഗ് ആയിരിക്കും, അങ്ങനെ വെള്ളം അധികം അങ്ങോട്ട് കയറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇത് ഒഴിച്ച് വെച്ചത്. ഇനി ഇതിൻ്റെ പെയിൻറ്റിങ് സ്റ്റേജിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ രീതിയിൽ ചിലവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് പെയിൻറ്റിങ് ചെയ്യാം, സാധാ വീടിന് പെയിൻറ്റ് ചെയ്യുന്ന പോലെ. പൊതുവെ എല്ലാവരും പറയൽ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇൻ്റർലോക്ക് ബ്രിക്സ് കൊണ്ടുള്ള ഒരു വീട് തയ്യാറാക്കുമ്പോൾ അതിന് പെയിൻറ്റിങ് സെക്ഷനിൽ അത്യാവശ്യം നന്നായിട്ട് ക്യാഷ് ഇറങ്ങുന്നു. കാരണം പുറത്തോട്ട് എക്സ്റ്റീരിയറിനൊക്കെ അടിക്കുമ്പോൾ നല്ല വാട്ടർ പ്രൂഫ് പെയിൻറ്റ് കാര്യങ്ങൾ ഒക്കെ വേണമെന്നാണ് പറയാറ്. പക്ഷെ അതൊന്നും അല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ പെയിൻറ്റിങ് സെക്ഷനിൽ ഞാൻ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇവിടെയൊക്കെ നമ്മൾ ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയായിട്ട്. അപ്പം നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ എല്ലാത്തിനും ബോർഡർ നിങ്ങൾക്ക് കൊടുക്കൽ നിർബന്ധമാണ്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ കല്ലിൻ്റെ സൈഡ് പൊട്ടി പോരും എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ അതുപോലെ ഈ ഭാഗത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ സിമെൻറ്റ് ബോർഡ് വെച്ചിട്ട് കട്ട് ചെയ്താണ്, ഒരു വുഡിൻ്റെ ഒരു ഫിനിഷിലാക്കിയാണ്ട് നമ്മൾ കളർ കൊടുത്തേന്നുള്ളൂ. പിന്നെ ഈ ഭാഗത്ത് നമ്മൾ ഗ്ലാസ് കാര്യങ്ങൾ വരും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഈ ഒരു ഭാഗം കിടക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കമൻ്റായിട്ട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കുക. ഞാൻ അറിയുന്ന കാര്യങ്ങൾ മാക്സിമം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കാം. അപ്പോൾ ഇതിൻ്റെ അടുത്ത സ്റ്റേജിലോട്ട് വരും. അപ്പോൾ ഇതിൽ പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഓരോ വീഡിയോകളും ഇങ്ങനെ വലിച്ചു വാരി ഇടുന്നുണ്ടല്ലോ എന്നുള്ളതൊരു വീടിൻ്റെ. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീടിൻ്റെ ഒരു കാര്യം ഫുള്ളായിട്ട് ഇടുന്നുണ്ടെങ്കിൽ, ഒരു വീട് നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ A to Z കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ലോ ബഡ്ജറ്റിൽ ഒരു വീട് നമുക്ക് A to Z എങ്ങനെ ചെയ്യാം എന്നുള്ളത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഇടുന്നത്. ഇതിൽ പടുക്കുന്നത് മുതൽ പ്ലാസ്റ്ററിങ്, പെയിൻറ്റിങ്, ഫ്ലോറിങ്, അതുപോലെ ഉള്ളത്തെ ഫർണിച്ചറ്,
പിന്നെ ഇത് സംബന്ധിച്ചൊരു വീടായി നമുക്കൊരു വീട്ടിൽ കയറി ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തും. ഈ വീട് ഇതിന് മേലെ കയറി ഒരാൾക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുന്ന രീതി വരെ എല്ലാ സംഭവം ഇതിൽ ഞാൻ ഉൾപ്പെടുത്തും, ഓരോ വീഡിയോ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നല്ല ലോ ബഡ്ജറ്റ് ഐഡിയാസുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ താങ്ക്സ്.